ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തേത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റൈസ് റെസിപ്പിയാണ് കോയമ്പത്തൂർ സ്റ്റൈൽ അരിസി പരിപ്പ് സാദം. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു അരക്കപ്പ് സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് റൈസാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സോന മസൂരി റൈസാണ്. നിങ്ങൾക്ക് ചോറ് വെക്കുന്ന ഏത് റൈസും യൂസ് ചെയ്യാം. ഇനി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ബസ്മതി റൈസ് വെച്ചിട്ടും ചെയ്യാം. അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് നമ്മൾ കുറച്ച് സമയം ഒരു അരമണിക്കൂർ കുതിർത്തി വെക്കണം. അരമണിക്കൂറിന് ശേഷം നമുക്ക് ഈ അരി എടുത്ത് വെള്ളം വാരാൻ വേണ്ടി മാറ്റി വെക്കാം. അതിനുശേഷം നമ്മളൊരു കുക്കർ എടുത്തിട്ട് അതിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കണം. ഇൻഗ്രീഡിയൻസിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അവിടെ ചെക്ക് ചെയ്താൽ മതി. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതൊരു 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഫ്ലെയിം മീഡിയത്തിൽ ഇട്ടിട്ടാണ് നമ്മൾ വഴറ്റേണ്ടത്. ഒരുപാട് ചുവപ്പ് കളറാവണ വരെയൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ഒന്ന് വാടിക്കഴിഞ്ഞാൽ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉണക്കമുളക്, പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കൊരു ലേശം കായം കൂടി ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ കായത്തിൻ്റെ പൊടി ഇല്ലാത്ത കാരണം ഞാൻ ശരിക്കുള്ള കായമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കായത്തിൻ്റെ പൊടിയാണെങ്കിലും ഒരു നുള്ള് ഇട്ട് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ടൊമാറ്റോസ് ചേർത്ത് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് സോഫ്റ്റ് ആവണ വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വന്നാൽ പിന്നെ നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, സാമ്പാർ പൊടി ഇതെല്ലാമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചെറിയ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. തീ കൂടി പോകരുത്. അപ്പം തീ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മസാലപ്പൊടികൾ കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള പരിപ്പും റൈസും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 3 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ബസ്മതി റൈസ് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യണമെങ്കിൽ ഒരു 2.5 കപ്പ് വെള്ളം മതിയായിരിക്കും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങളെ ടേസ്റ്റിനനുസരിച്ച് ഞാൻ ഇവിടെ ഒരു 1.25-1.5 ടീസ്പൂണിൻ്റെ അടുത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് പാകത്തിന് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3 വിസിൽ വരെ നമ്മൾ ഇതിനെ കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയാണ്. ഇതപ്പോൾ നമ്മുടെ പരിപ്പ് സാദം റെഡി ആയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. അച്ചാറോ തൈരോ ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റുന്ന, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.